പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു പോയ 2-3 മാധ്യമപ്രവർത്തകര് പിന്നെ എന്നെ വിളിച്ചിരുന്നു. സത്യത്തിൽ അവര് വന്നത് JRന്റെ ശവമടക്കം നടത്താനുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. പക്ഷെ അച്ഛന്റെ താളമുണ്ടല്ലോ, ആ വെല്ലുവിളി ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചൊരു ഉഗ്രൻ ഷോക്കായിരുന്നു. എന്തിനാ അവരെ പറയുന്നത്? സ്വാമിയും ഞാനും പോലും നടുങ്ങിപ്പോയില്ലേ. തൽക്കാലം ഈ മീഡിയാസ് ഉണ്ടല്ലോ, ആരും നമ്മുടെ വഴിക്ക് വരില്ല, അതുറപ്പാ. പോരെ ജീവ, എനിക്കിങ്ങനെ മീഡിയാസിനെ ഫേസ് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല. എന്റെ മനസ്സിൽ എന്റെ മോന്റെ നന്മ മാത്രമായിരുന്നു. ഈ നാട്ടിൽ എത്രയോ സമ്പന്നന്മാരുണ്ട്, അവരാരെങ്കിലും വന്ന വഴി അന്വേഷിക്കാറുണ്ടോ? പിന്നെ പെട്ടെന്ന് സെന്റിമെന്റ്സ് പിടിച്ചെടുക്കാനും റീച്ച് കൂട്ടാനും ഒരു ശ്രമം. ഈ കർഷകരുടെ താല്പര്യം, അവരുടെ കണ്ണീര്, ഇതൊക്കെ ആർക്കും വേണം. അതെ അച്ഛാ. നമ്മള് റോഡിലൂടെ കാർ ഓടിച്ചു പോകുമ്പോ എത്രയോ ചാവാലിപ്പട്ടികള് കാറിനടിപ്പെട്ട് ചാവാറുണ്ട്. അതിന്റെയൊക്കെ എണ്ണ കൊടുക്കാനോ അതിന്റെ പേരിൽ വേദനിക്കാനോ ഒക്കെ ആരെ കൊണ്ടെങ്കിലും കഴിയൂ? ദേ, നീ ഒരു കാര്യത്തിലും പതറേണ്ടതില്ല. നിനക്കേ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അച്ഛാ, എനിക്കെന്തിനാ ഭയം? കോട്ട കെട്ടി കാവല് നിൽക്കുന്ന പോലെ അച്ഛൻ എന്റെ മുമ്പിൽ നിൽക്കുകയല്ലേ. സത്യത്തിൽ ഇന്നെന്നെ അച്ഛൻ രക്ഷിച്ചെടുത്ത രീതി കണ്ടപ്പോ ഒരു മകൻ എന്ന നിലയിൽ എനിക്കിതേ അഭിമാനം തോന്നി. ഒരു നിമിഷത്തേക്ക് ഞാനതിനെ ചിന്തിച്ചു പോയി. കഷ്ടകാലത്തിന് എനിക്കെതിരെ നിൽക്കാൻ അച്ഛന് തോന്നിയില്ലല്ലോ. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എനിക്ക് അച്ഛനെ എതിർക്കേണ്ടി വന്നേനെ. അച്ഛന് നേരെ വിരൽ ചൂണ്ടേണ്ടി വരില്ലായിരുന്നു. അച്ഛനെതിരെ ആയുധം എടുക്കേണ്ടി വന്നേനെ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. താങ്ക്സ് അച്ഛൻ, മെനി മെനി താങ്ക്സ്. മോനെ ജീവ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയതോടെ ഞാൻ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോയി മോനെ. അതിൽ നിന്നുള്ള എന്റെ വേദനകൾ മറക്കാൻ നിന്റെ വിജയങ്ങൾ മാത്രമേ എനിക്ക് കൂട്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നീ ഇനിയും പുതിയ ഉയരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം. അച്ഛന്റെ കരുത്തുറ്റ വാചകങ്ങൾ അവനെ രക്ഷിച്ചു എന്ന വിശ്വാസത്തിലാണ് അവനിരിക്കുന്നത്. പക്ഷെ നീ നോയിക്കോ, നാളെ മുതൽ അവനെതിരെയുള്ള അന്വേഷണങ്ങൾക്ക് വേഗത കൂടും. പല പല ചോദ്യങ്ങൾക്കും അധികാരത്തിലിരിക്കുന്നവർക്ക് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. സാർ, നീങ്ക അവരെ കൂടെ നിന്ന് ഇതെല്ലാം പണത് അവർക്ക് തെരിഞ്ഞ ഒരിക്കലും അവനും മനസ്സിലാവില്ല. കാരണം ഒറ്റപ്പെട്ടു പോയൊരു കുടുംബത്തിന്റെ അത്താണിയാണ് ഞാൻ. സുജാതയ്ക്ക് നെറ്റിക്ക് മുമ്പിൽ എന്നെ പ്രദർശിപ്പിക്കാൻ വലിയ ഉത്സാഹി അവനിപ്പോ. സ്വന്തം മകൻ വലിയ ഉയരത്തിലെത്തിയാൽ അതിനെ ഓർത്ത് അഭിമാനിക്കേണ്ടവനാണ് അച്ഛൻ. പക്ഷേ സ്വന്തം കുടുംബം ഇല്ലാതാക്കി ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഇല്ലാതാക്കിയവനോട് ഇതല്ലാതെ വേറെ വഴിയില്ല. സാർ, JR കിட்ட പണം ഇருக்கு, അവർക്ക് നിറയെ ആൾക്കാർ ഇருக்கு. എന്നെ അന്വേഷണം വന്നാലും അതെല്ലാം അവരെ പണത്താലെ മറികടക്കും സാർ. ഒരു ഭാഗത്ത് നിന്ന് ഹരി, മറുഭാഗത്ത് നിന്ന് അവന്റെ കൂടെ നിന്ന ഞാൻ. അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ JRനെ കൊണ്ട് പറ്റില്ല. അവൻ തോൽക്കും. സാർ, അപ്പടി ഏതാവ് നടന്ന അത് പെട്ടെന്ന് വേണം സാർ. അമ്മാവ എന്താ നിലമേല് എന്നാലെ പാക്ക മുടിയാത് സാർ. എനിക്കും നല്ല സങ്കടമുണ്ട്. സുജാത വിവാഹം കഴിച്ച അന്ന് മുതൽ ഒരിക്കൽ പോലും ഞാൻ അയാളോട് പിണങ്ങിയിരുന്നിട്ടില്ല. ഒരിത്തിരി നേരം പോലും മിണ്ടാതിരുന്നിട്ടില്ല. ഞാനിപ്പോ അതൊക്കെ ശീലിച്ചു. സാർ, എത്രയും പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിക്കണം. JR എന്റെ മകന്റെ സ്ഥാനം ഇനി ജയിലഴികൾക്കുള്ളിലാണ്. അവനെ അവിടെ എത്തിക്കുന്നത് വരെ എനിക്ക് വിശ്രമിക്കാൻ പറ്റില്ല. ശരവണ, എന്റെ ദൗത്യങ്ങൾ ഞാൻ പൂർത്തിയാക്കുമ്പോൾ
നീ വേണം സുജാതയോടെല്ലാം തുറന്നു പറയാൻ. நானும் இந்த நாளுக்காக காத்துட்டு இருக்கேன் சார். நம்ம குடும்பத்தின் அந்த ஜேஆர் மட்டும் போயா நம்ம ஃபேமிலி சொர்க்கம் ஆயிடும் சார். சொர்க்கம். ആ കൂടുതൽ നേരം നമുക്കിനി സംസാരിക്കണ്ട. നീ കിടന്നു. சொல்லுங்க. தூக்கமே போயிடுச்சு. എടാ നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? ജീവ എടാ നമ്മൾ എങ്ങോട്ടായി പോകുന്നെന്ന്? അച്ഛാ, നമുക്കേ ഒരു പ്രോപ്പർട്ടി കാണണം. എന്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ. നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എന്ത് അസ്വസ്ഥത അച്ഛാ? നമ്മൾ ജയിച്ചു നിൽക്കല്ലേ. പിന്നെ അച്ഛൻ എന്റെ കൂടെ ഇല്ലേ, പിന്നെ എനിക്കെന്താ അച്ഛാ?